അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ് 60 നില പൊങ്ങാനുള്ള കേട്ടോ. നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിനെക്കാട്ടിയൊക്കെ 3 ഇരട്ടി പൊങ്ങാനുള്ളതാണ് ആ ബിൽഡിങ്. ഇതൊരു എക്സിറ്റ് ആട്ടോ, എക്സിറ്റ് ആണ്. കണ്ടോ ട്യൂബ്ലർ മാർക്കറൊക്കെ വെച്ച് സെറ്റാക്കി അടിഭാഗത്ത് ഇതാ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ഈ ആഴ്ചയിലാട്ടോ അതൊക്കെ ചെയ്തത്. ഇനി ഏതായാലും കുറച്ച് കൈ കിട്ടും മക്കളെ. നമ്മുടെ ഈ ഹൈലൈറ്റ് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയണമെങ്കിൽ ഈ ഭാഗത്തെ പാറ ഒടിക്കാനായിട്ട് ഒരു കൊല്ലം വെട്ടുന്നത്. ഇനി അതിൻ്റെ മുകളിൽ വലിയ മെഷീനറികളൊന്നും ഇല്ലാതെ അതുപോലെ ഡ്രില്ല് വെച്ച് പൊട്ടിച്ച് അത്ര ഏരിയ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേന് കുറച്ച് സമയം അവിടെ കഴിഞ്ഞിട്ടും. സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ NH66 ദേശീയപാത വർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ. അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാനാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരെ സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മളെ ഇവിടെ ഒരു മാറ്റം വന്നെന്നുള്ളത് നമ്മുടെ പറയാൻ കാരണം അതാ ഇവിടെ നമ്മുടെ ഹൈലൈറ്റ് ജംഗ്ഷൻ കാണുന്നില്ലേ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതാ ഇവിടെ ഒരു ക്രാഷ് ബാരിയർ പുതിയതായിട്ട് കട്ട് ചെയ്തതായിട്ട് കാണാം കേട്ടോ. ഒരു എക്സിറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ ട്യൂബ്ലർ മാർക്കറൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സിറ്റാണ്. 6 വരിപ്പാതയിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു പോയിൻ്റാണ്. പക്ഷേ നമ്മളെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു എക്സിറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഇതുവരെ എക്സിറ്റ് അവിടെ ട്യൂബ്ലർ മാർക്കറൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയ ഒരു എക്സിറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇനി അത് അടയ്ക്കാനുള്ള പരിപാടിയാണോ അതല്ല ഇനി അവിടെ ഒരു എൻട്രി ആക്കാനുള്ളതാണോ? ഏതായാലും ഒരു എൻട്രി ഇവിടെ ആവശ്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹൈലൈറ്റ് ഭാഗത്തുള്ള ആ ഒരു തിരക്ക് ഒഴിവാക്കാൻ നമ്മുടെ ഈ മേത്തോട്ടായത്തു നിന്നും വരുന്ന വാഹനങ്ങൾ 6 വരിപ്പാതയിൽ കയറാൻ വേണ്ടി വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾ അവിടുത്തെ അണ്ടർപാസിലൂടെ കടന്നിട്ട് നമ്മുടെ എക്സിറ്റിലൂടെ എൻട്രി അടിക്കുന്ന കാഴ്ച അവിടെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി അഥവാ ഈ പേടിയുള്ള ആളുകൾ അഥവാ ഈ ഫൈനൊന്നും കൊടുക്കേണ്ട അവിടെയൊക്കെ ക്യാമറ ഉള്ളതാണല്ലോ. അപ്പോൾ അവർ നേരെ ശരിക്കും പോകേണ്ടത് നമ്മുടെ ഹൈലൈറ്റിൻ്റെ മുന്നിൽ കൂടി അങ്ങനെ പോയിട്ട് നമ്മുടെ മെട്രോൻ്റെ അവിടെയാണ് അതിലേക്കുള്ള എൻട്രി ഉള്ളത്. അതുവരെ അങ്ങനെ പോകണം. പക്ഷേ അങ്ങനെ കൂടുതൽ വാഹനങ്ങൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഹൈലൈറ്റ് ജംഗ്ഷൻ്റെ അവിടെ നല്ല ബ്ലോക്ക് സംഭവിക്കുകയാണ് കേട്ടോ. വാഹനത്തിരക്ക് എന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ കൂടുതൽ യാത്രകളിലാണെങ്കിൽ വൈകിട്ട് പിന്നെ രാവിലെ ആണല്ലോ കൂടുതൽ യാത്രക്കാരുണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഫുൾ ബ്ലോക്കാണ്. ഇപ്പം കോഴിക്കോട് ടൗണിന് എല്ലാ ടൗണും ഒരുപോലെ തന്നെ ആയിരിക്കും. എന്നാലും നമ്മൾ കോഴിക്കോട് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ ജംഗ്ഷനുകളും ഇപ്പോൾ ഫുൾ ടൈം ബ്ലോക്കാട്ടോ. വാഹനപ്പെരുപ്പം തന്നെ കാരണം ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ ഒരാൾ പോകാൻ വേണ്ടി ഒരു കാറൊക്കെ ഉപയോഗിക്കല്ലേ. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും. അപ്പോൾ ഇതൊരു എക്സിറ്റ് ആട്ടോ, എക്സിറ്റാണ്. കണ്ടോ ട്യൂബ്ലർ മാർക്കറൊക്കെ വെച്ച് സെറ്റാക്കി അടിഭാഗത്ത് ഇതാ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ഈ ആഴ്ചയിലാട്ടോ അതൊക്കെ ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് ശരിക്കും ഒരു എൻട്രി ആക്കുന്നതാണ് നല്ലത്. 6 വരിപ്പാതയിലേക്ക് ഏതായാലും ടൗൺ ഏരിയകളിലൊക്കെ ഇങ്ങനെ തിരക്ക് കൂടുന്ന സമയത്ത് ഇതൊരു എൻട്രി ആക്കുക. അതുപോലെ ആ എക്സിറ്റ് അവിടെ തന്നെ നിലനിർത്തുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 6 വരിപ്പാതയിലേക്ക് കയറേണ്ട ആൾക്കാർക്ക് അതിലേക്ക് കയറട്ടോ. ശരിക്കും ഈ സർവീസ് റോഡിലൂടെ വരുന്നവർ മാത്രമല്ല 6 വരിപ്പാത, ഈ ഒരുപാട് പോക്കറ്റ് റോഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളുണ്ട്. അവരൊക്കെ കൂടുതലും നമ്മുടെ ഹൈലൈറ്റിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ബ്ലോക്കിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എക്സിറ്റ് ഇവിടെ ഒരു എൻട്രിയും കൂടി ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായില്ലേ. എനിക്ക് തോന്നുന്നത് ആ ഒരു എക്സിറ്റ് അടയ്ക്കാനുള്ള പരിപാടി ആയിരിക്കും തോന്നുന്നു. അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ആ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ നല്ല ബ്ലോക്ക് ആവലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് അടച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതെല്ലാം നോക്കുന്നത്. ഇനിയിപ്പോൾ അത് അടയ്ക്കാതെ തന്നെ വിചാരിക്കുക. കാര്യമായിട്ട് ഹൈവേൻ്റെ സൈഡിൽ കാണുന്ന ഹോട്ടലിലേക്ക് ആളുകൾ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങും. അപ്പം അതേ ഒരു പ്രശ്നം തന്നെയല്ല ഇപ്പോൾ എവിടെയും വരുന്നത്. ആ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയ ആട്ടത്. ആ ഹോട്ടൽ കാണുമ്പം ഇതിലൂടെ എക്സിറ്റ് ആകും 6 വരിപ്പാതയിൽ നിന്ന് എക്സിറ്റ് ആകുന്ന സമയത്ത് കാറൊക്കെ ഇങ്ങോട്ടൊക്കെ യൂ ടേൺ അടിക്കും. ഹോട്ടൽ കണ്ടാൽ എന്തായാലും വിശപ്പ് ഉള്ള സമയത്ത് എന്തായാലും യൂ ടേൺ അടിക്കില്ലേ. അപ്പോൾ ആ യൂ ടേൺ അടിക്കുന്ന സമയത്ത് ബ്ലോക്ക്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ തന്നെയാണ് എക്സിറ്റ് നല്ലത് അല്ലേ. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ. അതൊക്കെ വലിയ വലിയ ഓഫീസർമാരൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്.
നമുക്ക് അഭിപ്രായം പറയാലോ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ ഇന്ത്യ, അതുകൊണ്ട് അഭിപ്രായം പറയാലോ. ഹൈലൈറ്റിൻ്റെ അവിടെ വലിയൊരു ബിൽഡിംഗ് പൊന്തുണ്ടല്ലോ. അതായത് WTCൻ്റെ ബിൽഡിംഗ് ആണോ? അറിയാവുന്നൊരു കമൻറ്റ് ചെയ്താൽ കേട്ടോ. അതിൻ്റെ ഒരു ഡിസൈനൊക്കെ കാണുന്നുണ്ട്. WTCൻ്റെ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ പൊങ്ങിയോ? അവിടെ ഇവരുടെ ട്രെയിനിങ് ഓഫീസ് ബാക്കിൽ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് WTCൻ്റെ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് മുന്നോട്ട് ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗത്തേക്കുള്ള ബ്ലോക്ക് കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. നമ്മുടെ ഹൈലൈറ്റ് ഇവിടെ ഒരു സ്വപ്ന ലോകം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലൊക്കെ ഇനി എത്ര ബിൽഡിങ്ങാണ് വരാളറിയാം. അതിൻ്റെ തൊട്ട ബാക്കിലായിട്ടാണ് WTCൻ്റെ ട്രെയിനിങ് സെൻറ്ററോ അതൊരു 7 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അതിൻ്റെ ഡിസൈൻ വെച്ച് നോക്കിയിട്ട് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അതുപോലൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. എന്താ അറിയില്ല, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യട്ടോ. എന്നിട്ട് വേണം അതിൻ്റെ ചോട്ടിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ് 60 നില പൊങ്ങാനുള്ള കേട്ടോ. നമ്മുടെ ഈ കാണുന്ന ബിൽഡിങ്ങിനെക്കാട്ടിയൊക്കെ 3 ഇരട്ടി പൊങ്ങാനുള്ളതാണ് ആ ബിൽഡിങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വിട്ട്. ഇപ്പം നമ്മുടെ ആറുവരിപ്പാതയിൽ വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു കണക്കന്നെ കേട്ടോ. കാറുകളൊക്കെ ഇപ്പോഴും പഠിച്ചില്ല. അവർ സെക്കൻഡ് ലൈന് ഏതായാലും ബൈക്ക് ഓട്ടോക്കെ ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ കാറ് പോയതൊക്കെ സെക്കൻഡ് ട്രാക്കിലാണ് അവർ പോകുന്നത്. ഇപ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ട സമയമല്ല, അത് അവൻ പോകുന്നത് റോങ്ങാണ്. അവനിപ്പോൾ വെറുതെ ഓവർടേക്ക് ചെയ്യാതെ തന്നെ 3ാമത്തെ ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മൾ ട്രാക്കുകൾ പാലിച്ചുകൊണ്ട് പോകണം കേട്ടോ. ഞാൻ ബാക്കോട്ട് വീഡിയോ എടുക്കുന്നില്ല ബാക്കിൽ. അപ്പോൾ ട്രാക്കുകൾ പാലിച്ച് പോകും. ഏതായാലും ബൈക്ക് ഓട്ടോ ഒക്കെ ഉള്ളതല്ലേ. ഹെവി വാഹനങ്ങൾ ഫസ്റ്റ് ലൈനിൽ തന്നെ പോകുന്നുണ്ട്. സെക്കൻഡ് ട്രാക്കിലാണ് പോരാ, ഈ ട്രാക്കിൽ പോകണം. ഈ ബൈക്ക് ഓട്ടോ പോകുന്നതുകൊണ്ട് വലിയ വാഹനം സെക്കൻഡ് ട്രാക്ക് പോയാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ കാറും കാര്യങ്ങളൊക്കെ ഈ ഫസ്റ്റ് ട്രാക്കിലൂടെ പോകുമ്പോൾ ഇപ്പോൾ കുറച്ചൊരു ചൊറയാണ്. ഏതായാലും നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ നമ്മുടെ ഓട്ടോയും ബൈക്കൊക്കെ എടുത്ത് താഴേക്ക് എറിയേണ്ടി വരും. ഏതായാലും നമ്മുടെ വാഹനങ്ങളൊക്കെ ട്രാക്കുകൾ പാലിച്ച് ഡ്രൈവിങ് നല്ല സുഗമമായിട്ട് യാത്ര ചെയ്യട്ടോ. എല്ലാ നിയമങ്ങളും പാലിച്ച് യാത്ര ചെയ്യുക. അപ്പോഴേ ഇതൊക്കെ വലിയ വലിയ റോഡുകൾ പണിതിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ കൂടി ചറപറാന്ന് പോകേണ്ടി വരും. നമ്മൾ ഹൈലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് കാര്യമായിട്ടുള്ള ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുള്ളത്. യെസ്, മുകൾ ഭാഗത്തും പാറ പൊട്ടിക്കാനുണ്ട്. അവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ അല്ലേ. ഏതാനും ദിവസങ്ങൾക്കകം ഇവിടെ കൂടി ബ്ലോക്ക് ആക്കേണ്ട അവസ്ഥ വരും. ആ സൈഡ് അവിടെ ആ ഹൈറ്റിലുള്ള പാറ കാണിക്കുക. നമ്മുടെ ക്രാഷ് ബാരിയർ അവർ തടസ്സമായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റാട്ടോ, അതിൻ്റെ ഹൈറ്റാണ് സർവീസ് റോഡ് ഹൈറ്റ് വരുന്നത്. അതാണ് അവിടെ താത്താനുള്ളത്. കുറച്ചും കൂടിയൊക്കെ പൊങ്ങും പാറ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ വർക്ക് നടത്തുകൊണ്ടിരിക്കുന്നത് ഈ പാറ കണ്ടതിനെ കൊണ്ടല്ല. ഇവിടെ നല്ല വല്ലാത്തൊരു പാറ കേട്ടോ. അവിടെ ഇവിടുത്തെ ആ ലാസ്റ്റ് ട്രാക്കിൻ്റെ അവിടുന്ന് തുടങ്ങിയ പാറാണ്. അത്രയെല്ലാം തോന്നുന്നു അല്ലേ. ആ കാറ് പോകുന്ന അവിടുന്ന് തുടങ്ങിയ പാറാണ്. അതൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ദുർഗേഷ് ഭായി ആണ്, രാജസ്ഥാനിലുള്ള ഭായിയാണ് ഇത് ഫുള്ള് കട്ട് ചെയ്തെടുത്തത്. ഒരൊറ്റക്കല്ലട്ടാ പഠിക്കാർ. എന്തായാലും നല്ലൊരു ടെക്നോളജിയാണ് ആ കേബിൾ വയർ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കാണാം. അതൊക്കെ നമ്മളെ ചാനലിൽ വീഡിയോ കണ്ടിട്ടോ. പ്ലേലിസ്റ്റിൽ നമ്മളെ റോക്ക് കട്ടിങ് അടിച്ചാൽ അങ്ങനെ കാണാം. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇനി ഈ കോഴിക്കോട് ബൈപ്പാസിൽ കാര്യമായിട്ടുള്ളൊരു വർക്ക് നടക്കാനുള്ളത്. ഈ സർവീസ് റോഡിൻ്റെ വർക്ക്. അത് തിരക്കൊയ്യണമെങ്കിൽ TC ബിൽഡേഴ്സ്, ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ്, മെട്രോ ഹോസ്പിറ്റൽ, ഹൈലൈറ്റ് ലോകം ഈ ബിൽഡിങ്ങിൻ്റെ ഫ്ലാറ്റിൻ്റെ ബാക്കോട്ടാട്ടോ. ഈ ഫ്ലാറ്റാണ്. അവിടെയൊക്കെ ഫുള്ള് പൈലിങ് ചെയ്താട്ടോ. ഫുള്ള് പൈലിങ് അടിച്ച് വെച്ചിരിക്കണേ. അത് കഴിഞ്ഞ് സേഫാക്കിയാണ് ആ ബിൽഡിങ്ങൊക്കെ. ബിൽഡിങ് അല്ലെങ്കിൽ സേഫ് തന്നെയാണ്. അതൊക്കെ പൈലിങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഇതല്ലേ. കരിമ്പാറയാണ് അടിയിൽ മൊത്തം. അതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും എന്താ അതിൻ്റെ മുകളിലോട്ട് വീണത് ഷീറ്റാണ്. തോന്നുന്നല്ലേ. അതിൻ്റെ ചോട്ടിൽ കൂടി ആയിട്ടൊക്കെ വാഹനങ്ങളൊക്കെ പോകുന്നത്. അവിടെ ആ മണ്ണ് കുറച്ച് ഇടിഞ്ഞത് ആ മൂലക്കൽ
അവരെ കോറി വേസ്റ്റ് അങ്ങനെയുള്ള CDSP മിക്സിങ്ങോ അതൊക്കെ ഇട്ട് അവർ തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഏതായാലും കുറച്ച് കൈ കിട്ടും മക്കളെ. നമ്മുടെ ഈ ഹൈലൈറ്റ് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയണമെങ്കിൽ ഒരു കൊല്ലറ്റ് എടുത്തിട്ട് ഈ ഭാഗത്തെ പാറ പൊട്ടിക്കാനായിട്ട് ഒരു കൊല്ലം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വലിയ മെഷീനറികളൊന്നും ഇല്ലാതെ അതുപോലെ ഡ്രില്ല് വെച്ച് പൊട്ടിച്ച് അത്ര ഏരിയ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേന് കുറച്ച് സമയമായിട്ട് കഴിഞ്ഞിട്ടും. അപ്പോഴേക്കേ കുറേ മാസങ്ങളങ്ങോട്ട് പോയി കിട്ടുട്ടോ. അതുവരെ അവർ സർവീസ് റോഡിൻ്റെ വാളൊക്കെ അതുവരെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു 150-200 മീറ്ററോളം നീളത്തിൽ ഉണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ വാളൊക്കെ വാർക്കാനും അതിൻ്റെ മുകളിലത്തെ പാറ കട്ട് ചെയ്യാനൊക്കെ. അതൊക്കെ കൂടി കഴിയുമ്പോൾ സമയം പിടിക്കില്ലേ? കഴിയട്ടെ. ഇപ്പോൾ മുകളിലേക്ക് വർക്ക് എടുക്കുമ്പോൾ അവിടെ ബ്ലോക്ക് ആക്കിയാലാണ് പ്രശ്നം. പിന്നെ ഇവിടെ തുറന്നു കൊടുത്ത് ഇപ്പുറത്ത് കൂടിയൊക്കെ നമ്മുടെ ഡിവൈഡറൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. ബ്ലോക്ക് ആക്കാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരവിടെ ക്രാഷ് ബാരിയറൊക്കെ വെച്ചത്. പക്ഷേ ഏതെങ്കിലും ഒരു കഷ്ണം ഒന്ന് താഴത്തേക്ക് വീഴേണ്ട അവസ്ഥ വന്നാൽ പിന്നെ ആ ഭാഗം അങ്ങോട്ട് ബ്ലോക്കാക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗം 3 വരിപ്പാത അവിടെ കട്ട് ചെയ്ത് തുറക്കേണ്ടി വരും കേട്ടോ. നമ്മുടെ കുറച്ച് ഭാഗം നോക്കി കാണാം നമുക്ക്. ഏതായാലും പാറ കട്ട് ചെയ്യില്ല, തലൻ്റെ മുകളിൽ നിന്ന് പാറ കട്ട് ചെയ്യുമ്പം അപകടമല്ലേ. ഇപ്പം ഞാനുള്ളത് ടോളിൻ്റെ ഭാഗത്താട്ടോ. ടോളിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ എക്സിറ്റാണ്. ഇവിടെ ടോള് കൊടുക്കാതെ എക്സിറ്റ് ഇറങ്ങി അങ്ങോട്ട് പോയാൽ വഴി അറിയാത്തവരൊക്കെ സ്വിപ്പാട്ടോ. അവിടെ പോയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ പോകാണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ഇറങ്ങിക്കോളി. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാച്ചാൽ നടക്കുന്ന കാര്യമില്ല. ആകെ ഒരു കാറിന് പോകാനുള്ള സ്ഥലമുള്ളൂ അവിടെ. ഒരു വലിയൊരു വാഹനം പോകാനുള്ള സ്ഥലമുള്ളൂ. പിന്നെ ഞങ്ങൾ അപ്പുറത്തുകൂടെ അണ്ടർപാസിലൂടെ കയറി വീണ്ടും അതിലേ പോയിട്ട് ഹൈലൈറ്റിന് അതിലേ പോയി വീണ്ടും ഇതിലേ തിരിച്ച് വരേണ്ട അവസ്ഥയിലേക്ക് വരണ്ട. അതായത് ടോൾ കൊടുക്കാതെ പോകുന്ന നമ്മുടെ മാത്രം ഏരിയ ഒക്കെ ബുദ്ധിമുട്ടാട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ചൊരു വർക്ക് ഉണ്ട് കേട്ടോ. നമ്മുടേതാ ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു 100 മീറ്ററോളം അവിടെയും വർക്ക് നടക്കാനുണ്ട്. ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മുടെ ബൈപ്പാസിൽ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അറപ്പുഴ പാലത്തിൻ്റെ 3ാമത്തെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ടോളിൻ്റെ അപ്പുറത്ത് കുറച്ചൊരു ഭാഗത്തെ വർക്ക്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളുടെ വർക്കാട്ടോ ഇനി നടക്കാനുള്ളത്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഭാഗത്തുള്ള പുതിയ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.